വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഓസ്ട്രേലിയയിലെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ക്രിസ്മസ് വീഡിയോ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഓസ്ട്രേലിയ ഒരു ബ്യൂട്ടി തന്നെ നമ്മുടെ സർക്കിൾ കുറേ തന്നെയാണ് കേട്ടോ. സർക്കിൾ കുറേ എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറാണ്. നമ്മുടെ ഒപ്പേറ ഹൗസും ഹാർബർ ബ്രിഡ്ജും എല്ലാം കണ്ടുകൊണ്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ. ഇന്ന് ഞങ്ങൾ ആദ്യം ജോളിസ് മാർക്കറ്റിലോട്ട് പോയിട്ടോ. ലാസ്റ്റ് ഡേ ആയിരുന്നു, ഒന്ന് കണ്ടിരിക്കാമെന്ന് വെച്ച് പോയതാ കേട്ടോ. നല്ല രസമുണ്ട്, പിള്ളേർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ എന്തായാലും എന്താ മ്യൂസിക്സും ഫുഡും ഫണ്ണും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് നേരം ജോളി മാർക്കറ്റിലൊക്കെ കറങ്ങി അനേഷിയതൊക്കെ നോക്കും, എന്തൊക്കെ സാധനങ്ങൾ എടുക്കണോ എന്നൊക്കെ അപ്പം അടുത്തൊക്കെ ചോദിക്കാം. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ വിക്ടോറിയ ബിൽഡിങ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ക്യൂൻ വിക്ടോറിയ ബിൽഡിംഗ് കൂടെ നമുക്കൊന്ന് കാണാം. അതും ഭയങ്കര, ഇന്നാണ് ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സൂപ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂൻ വിക്ടോറിയ ബിൽഡിങ്ങിൽ അകത്തോട്ട് കയറി. അവിടെ നല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനേ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുക്കുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് കയറുന്നു. നമ്മുടെ സിഡ്നിയുടെ ഒരു മെയിൻ ഹാർട്ട് ഓഫ് സിഡ്നി എന്ന് തന്നെ പറയാം കേട്ടോ. ജോർജ് സ്ട്രീറ്റിലാണ് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഭയങ്കര രസം, ഭയങ്കര ആർക്കിടെക്ചേഴ്സും ഒരുപാട് ഷോപ്സും ഉണ്ട് കേട്ടോ അകത്ത്, ഒരുപാട് ഷോപ്സ്. പിന്നെ ഒരു ബിഗ് ക്രിസ്മസ് ട്രീ ഉണ്ട്. അതിൻ്റെ ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു ഫോട്ടോസും പിന്നെ വീഡിയോസും. നല്ലൊരു ക്ലോക്ക് പോലെയും കണ്ട് കേട്ടോ. ഭയങ്കര ഒരു ബിഗ് ക്ലോക്ക് കേട്ടോ, ഭയങ്കര നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ന്യൂമറൽസും പിന്നെ ഡേറ്റ്സും പിന്നെ ഈ ഇപ്പോഴത്തെ സമയമൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ ഒരു 7 o'clock ഒക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും എല്ലാം ക്ലോസിങ് ആയി. ഇവിടെ ആണെങ്കിൽ ഒരു 5 o'clock ആകുമ്പോൾ എല്ലാ ഷോപ്സും എല്ലാം ക്ലോസിങ്ങും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്രിസ്മസ് ആന്ത പോലെയൊക്കെ കണ്ടു. അതിൻ്റെ അടുത്ത് നിന്നും ശിവതയും അനയൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ. നല്ല രസമായിരുന്നു. ഒരു ക്രിസ്മസ് വൈബായിട്ട് തന്നെ സൂപ്പറാ സെറ്റ് ചെയ്തേക്കുമായിരുന്നു കേട്ടോ. അത് ഞങ്ങളിന്ന് ഇറങ്ങിയത് തന്നെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാനാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ എത്തി കേട്ടോ. വാവ്, അതിൻ്റെ എൻട്രൻസ് തന്നെ ഒരു സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈം വളരെ കറക്റ്റായിരുന്നു. ഞങ്ങളൊരു 8 o'clock ഒക്കെ ആയപ്പോൾ ചെന്നു. ഇപ്പോഴും നോക്കിയേ ഇരുട്ടായിട്ടില്ല, ഇപ്പോൾ 8:30 ആവും. ഇന്ന് നല്ല ഇരുട്ടാണ്, നല്ല ചൂടും തുടങ്ങി കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഈ ലൈറ്റ്സൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി. അത് കാണാൻ ചെന്നപ്പോഴും അവിടെയും നല്ല തിരക്ക് കേട്ടോ. അവിടെ ഇങ്ങനെ മ്യൂസിക്സും ഫുഡും സ്റ്റോളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ക്രിസ്മസ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 8:30 തൊട്ട് 8:40 വരെയാണ് കേട്ടോ ലൈറ്റിങ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ കത്തീഡ്രലൊന്ന് കയറാൻ പറ്റി കേട്ടോ. നല്ല തിരക്കായിരുന്നു, എന്നാലും പെട്ടെന്നൊന്ന് കയറാൻ പറ്റും. ഭയങ്കര വലുതാട്ടോ, അതോട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ ലൈറ്റിങ് തുടങ്ങി. അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നു. എന്താ നമ്മുടെ കത്തീഡ്രൽ ഫുള്ളിങ്ങനെ തിളങ്ങുമായിരുന്നു. ഒരു 10 minutes സ്റ്റോറി ആയിരുന്നു കേട്ടോ. അതും ഭയങ്കര രസമായിരുന്നു. നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു 10 minute പോയതേ അറിഞ്ഞു.
ഇങ്ങനെ സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമാണ്, പിള്ളേർക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ശിവത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഒന്നും മനസ്സിലായില്ല, പക്ഷേ ഇങ്ങനെ ലൈറ്റ്സ് മാറി മാറി ഇരിക്കുന്നവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും കേട്ട് കാണുമല്ലോ ഈ ബോണ്ടി ബീച്ചിൽ നടന്ന ആക്രമണം. ഭയങ്കരമായിട്ട് സങ്കടമായി. ഞങ്ങളും പോയിട്ടുള്ള ബീച്ചാട്ടോ. ഒന്നും നമുക്ക് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓസ്ട്രേലിയ സേഫസ്റ്റ് കൺട്രിയിലൊന്നായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്നെന്തോ കുഴപ്പമില്ല, എല്ലായിടത്തും ഉള്ളതല്ലേ, അതും മാറും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷം എന്താ കഴിയാറ്, എനിക്കറിയില്ല എത്ര പെട്ടെന്നാണ് പോകുന്നത് ദിവസങ്ങളും. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 9 മാസമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഓരോ വീക്സും എത്ര പെട്ടെന്ന് പോകും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മനസ്സിലായിരുന്നു, അനയാ തിങ്കളാഴ്ച പോകണേ അറിയാം, വെള്ളിയാഴ്ച ഇതാ കഴിഞ്ഞു, പിന്നെ 2 ദിവസം റെസ്റ്റ്. പിന്നെ ഇപ്പോൾ വെക്കേഷനാണ്, വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ട്, കുറച്ച് ബോറൊക്കെ ആയി തുടങ്ങി അവൾക്ക്. സമ്മർ ക്ലാസ്സിനൊക്കെ ഞാൻ പോകാൻ പറഞ്ഞു, ഒന്നും തീരുമാനിച്ചില്ല, എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര സമ്മറാണല്ലോ, അപ്പം നല്ല ചൂടാണ്. അപ്പോൾ കൊണ്ടുവരില്ല, അതുകൊണ്ടൊന്നും തീരുമാനിച്ചില്ല. ഓസ്ട്രേലിയയിൽ ഈ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു വെക്കേഷനായിട്ട്. ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു 3 വീക്സ് വെക്കേഷനാണ്. അപ്പം അനയുടെ ക്ലാസ്സിലുള്ള കുട്ടികളും എല്ലാം പലരും നാട്ടിലൊക്കെ പോയി തുടങ്ങി. ക്ലാസ്സിലൊക്കെ വളരെ കുറച്ച് പിള്ളേരെ ഉള്ളായിരുന്നു കേട്ടോ. എന്നാൽ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ് വിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു 40 മിനിറ്റ്സൊക്കെ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം അങ്ങനെ കഴിയാറായി, ഇതാ ക്രിസ്മസുമായി. എല്ലാവരും ഒരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ കമൻസും ഒക്കെ അറിയിച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോസ് എന്താണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും. എല്ലാവർക്കും ഒക്കെ ഒന്നുകൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ.